ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെറിയ മാജിക്കിൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ജിന്തയാണെങ്കിൽ മിന്നു പോയതിന് ശേഷം ആച്ചി നീ ഒന്ന് പെട്ടെന്ന് വായെന്ന് പറഞ്ഞിട്ട് അവൻ്റെ റൂമിലിരിക്കുന്നത് വരെയാണ്. അടുത്ത സീനിൽ അവിടെ അവരാണെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കുകയാണ്. അപ്പോൾ ആച്ചിക്കാണെങ്കിൽ കുടിക്കണമെന്നില്ല, പക്ഷേ ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് റോക്കാണെങ്കിൽ അവനെ നിർബന്ധിക്കുന്നുണ്ട്. ഇത് കണ്ട കരണാണെങ്കിൽ പെട്ടെന്ന് അവന് കുറച്ചുകൂടി ഡ്രിങ്ക്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് നീട്ടുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ആച്ചിക്ക് മനസ്സിലാകുന്നുണ്ട് തനിക്ക് വേണ്ടിയാണ് കരൺ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഈ സമയം പയ്യാണെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് എണീക്കുകയാണ്. ഇത് കണ്ട ഡൂജ് ചോദിക്കുന്നുണ്ട്, അല്ല പൈ നീ ഈ സമയത്ത് എവിടേക്ക് പോവുകയാണെന്ന്. അപ്പോൾ അവൾ പറയുന്നു, അത് പിന്നെ എനിക്ക് കുറച്ച് പേഴ്സണൽ ഐറ്റംസ് വാങ്ങാനുണ്ട്, അത് വാങ്ങാനായിട്ട് പോവുകയാണെന്ന്. അത് കേട്ട ഡൂജ് പറയുന്നുണ്ട്, ഈ സമയത്ത് ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നത് എന്തായാലും ഡേഞ്ചറായ കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് കുടിച്ചതായിട്ടുള്ളത് ആച്ചിയാണ്, നീ അവനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകാൻ. ആച്ചി നീ അവളെ കൂടെ പോകാനായിട്ട് ആച്ചിയോട് പറയുകയാണ്. അപ്പോൾ ആച്ചിയാണെങ്കിൽ ആ ശരിയെന്ന് പറഞ്ഞിട്ട് അവളെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴി ആച്ചിയാണെങ്കിൽ ഇവളെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു, അതിനെപ്പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നു, എന്തായാലും ഞാനും അവനും ബ്രേക്കപ്പ് ആയി, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി പോകേണ്ട ആവശ്യമില്ലെന്ന്, അതുകൊണ്ട് ഞാൻ അവനെ കാണാൻ പോയില്ലെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് ആച്ചി പറയുന്നുണ്ട്, പൈ സത്യം പറഞ്ഞാൽ നീ ഇപ്പം നല്ല ഹാപ്പിയാണെന്നാണ് എനിക്ക് തോന്നിയെന്ന്. അപ്പോൾ പൈ പറയുന്നു, അത് ശരിയാണെന്ന്. ഇവരിങ്ങനെ സംസാരിച്ച് പോകുന്ന സമയത്ത് രണ്ട് റൗഡി ചെറുക്കന്മാരാണെങ്കിൽ പയ്യെ നോക്കിയിട്ട് എന്തൊക്കെയോ പറയാണ്. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന അവളും തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ആ വാക്ക് തർക്കമാണെങ്കിൽ അവസാനം അടിയാകുമെന്ന രീതിയിൽ എത്തിയാണ്. അങ്ങനെ ആച്ചി പറയുന്നുണ്ട്, നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാൻ, അടിയൊന്നും വേണ്ടെന്ന്. അത് കേട്ട അതിലൊരുത്തനാണെങ്കിൽ ആച്ചിയെ തറയിലേക്ക് തള്ളിയിടുകയാണ്. അവൻ അവിടെ നിന്ന് എണീറ്റ് വരുമ്പോഴത്തേക്കും അവനെ വീണ്ടും അടിക്കാനായിട്ട് പോവുകയാണ്. ഈ സമയം ആരോ വന്ന് ആ റൗഡി പയ്യൻ്റെ കൈ പിടിക്കുന്നുണ്ട്. അത് മറ്റാരും അല്ലായിരുന്നു, കരണായിരുന്നു. കരണിനെ കണ്ട് നീ ഏതാടാ എന്ന രീതിയിൽ കരണിനെ അടിക്കാൻ പോവുകയാണ്. അവനാണെങ്കിൽ കൈ പിടിച്ചിട്ട് അവരെ രണ്ടുപേരെ അവിടെ നിന്ന് അടിച്ചോട്ടിക്കുകയാണ്. അവർ പോയ ഉടനെ കരണാണെങ്കിൽ ഭയങ്കര വെപ്രാളത്തിൽ ആച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട്, ആച്ചി നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആച്ചി പറയുന്നു, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന്. അപ്പോൾ അവ ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവനാണെങ്കിൽ പയ്യോട് പോയി ചോദിക്കുന്നുണ്ട്, പൈ നിനക്ക് എന്തെങ്കിലും പറ്റിയാന്ന്. ഈ സമയം ആച്ചിയാണെങ്കിൽ കരണെ തന്നെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അവനിങ്ങനെ കെയർ ചെയ്യുന്നതൊക്കെ സന്തോഷമായ കാര്യം തന്നെ, പക്ഷേ എനിക്ക് അവനോട് അസൂയ തോന്നുന്നത് എത്ര ഈസി ആയിട്ടാണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ എത്രത്തോളം ഞാൻ കരണിനോട് അടുക്കുന്നു അത്രത്തോളം അവൻ എത്ര നല്ലവനാണെന്ന് എനിക്ക് മനസ്സിലായെന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആച്ചിയുടെ കൈ വേദനിക്കുന്നത്. അങ്ങനെ അവനാണെങ്കിൽ എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട കരണാണെങ്കിൽ വെപ്രാളപ്പെട്ട് പെട്ടെന്ന് തന്നെ ആച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് ആച്ചിയുടെ കയ്യിലെ മുറിവ് കാണുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവനോട് പറയുന്നുണ്ട്, വാച്ചി ഞാൻ നിനക്ക് മുറിവിൽ മരുന്ന് വെച്ച് തരാമെന്ന്. പിന്നെ കാണിക്കുന്നത് കരൺ ആച്ചിയുടെ മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നതായിട്ടാണ്. അപ്പോൾ അവൻ മനസ്സിൽ പറയുന്നുണ്ട്, വീണ്ടും ഞാൻ ആച്ചിയുടെ ഒരു കാര്യത്തിൽ ഇടപെടണമെന്ന് കരുതിയതല്ല, എനിക്ക് ആച്ചിയെ അൺകംഫർട്ടബിൾ ആക്കണമെന്നില്ല, പക്ഷേ എനിക്ക് അവനെ സഹായിക്കാതിരിക്കാനും പറ്റില്ലെന്ന്. അങ്ങനെ ഇത്രയും പറഞ്ഞതിന് ശേഷം ബാൻഡേജ് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, ദൈവമേ പെട്ടെന്ന് തന്നെ ഈ മുറിവ് ഉണങ്ങണേന്ന്. ഇത് കേൾക്കുന്ന ആച്ചിക്കാണെങ്കിൽ പെട്ടെന്ന് ചിരി വരെയാണ്. അങ്ങനെ അവൻ ചിരിച്ചിട്ട് കരണിനോട് പറയുന്നുണ്ട്, താങ്ക്സ് കരൺ എന്നെ സഹായിച്ചതിന്, പിന്നെ ആ പ്രസൻറ്റേഷനും താങ്ക് യു എന്ന്. അത് കേട്ട കരൺ പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് നീ ആരാണോ അത് തന്നെയാണ് പറഞ്ഞത്, അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ആച്ചിയാണെങ്കിൽ എന്നാലും താങ്ക്സ് എന്ന് പറയണ്. ഇത് കേൾക്കുന്ന കരണിനാണെങ്കിൽ ചിരി വന്നിട്ട് അവനാണെങ്കിൽ ചിരിക്കുകയാണ്. പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ കരണിനോട് അവരെല്ലാവരും കൂടെ പാട്ട് പാടാനായിട്ട് പറയുന്നു. അങ്ങനെ അത് കേട്ട കരണാണെങ്കിൽ പാടാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. ഇവൻ്റെ പാട്ട് കേൾക്കാനായിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇവൻ പാടി തുടങ്ങുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് കരണിനെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ പാടാൻ മാത്രം പറ്റില്ലെന്ന്. ഇവൻ്റെ പാട്ട് കേട്ട ആച്ചയ്ക്കാണെങ്കിൽ നല്ല ചിരി വരുന്നുണ്ട്. അങ്ങനെ അവൻ മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ കരുതിയത് എന്തെങ്കിലും ഒരു കാര്യം അവനെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ലെന്നാണ്, എന്തായാലും അത് ശരിയായെന്ന്. ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ പിറ്റേന്ന് രാവിലെ ആയതുപോലെയാണ് കാണിക്കുന്നത്. പയ്യാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഫുഡ് എടുക്കാനായിട്ട് വരുന്ന സമയത്ത് അവിടേക്ക് അവളെ എക്സ് വന്നിട്ട് അവൻ്റെ ഗേൾ ഫ്രണ്ടിനോട്, ഇതാണ് എൻ്റെ എക്സ് പൈ എന്ന് പറയുന്നു. എന്നിട്ട് പയ്യോട് പറയുന്നുണ്ട്, നീ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യാൻ. അവൾക്കാണെങ്കിൽ അവരുടെ കൂടെ പോകാനൊന്നും താല്പര്യമില്ല, എന്നാലും വിളിച്ചത് കൊണ്ട് മാത്രം അവരുടെ കൂടെ പോവേണ്. ഇതൊക്കെ അവിടെ ഇരുന്ന് ആച്ചി റോക്കും ഡൂജും കാണുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവിടെ ചെന്ന് ഇരുന്ന ഉടനെ അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും ആ സെയിം പ്ലേസിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ നീ ഇപ്പോൾ അങ്ങ് നല്ല തടിച്ചു പോയല്ലോ, നിന്നെ ബ്രേക്കപ്പ് ചെയ്തെങ്കിലും ഇപ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് നല്ല വറീഡാണെന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒരു കാര്യം, നീ ഇപ്പോൾ സിംഗിൾ ആണല്ലേ? ഞാൻ അങ്ങനെ ചോദിക്കാൻ മറ്റൊന്നുമല്ല, കാരണം ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള
ആയിട്ടുള്ള ഒരു കപ്പിൾ ഫോട്ടോ പോലും നീ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പിന്നെ നിനക്കിപ്പോൾ 30 വയസ്സായതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ ഒരാളെ കണ്ടുപിടിക്കാനൊക്കെ വളരെ പാടാണെന്ന്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന റോക്കിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയണ് ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അവിടേക്ക് പോയിട്ട് അവനോട് പറയാൻ പോകുന്നു ഞാൻ പൈയുടെ ബോയ് ഫ്രണ്ട് ആണെന്നും അതുപോലെ ഞാൻ ആ കമ്പനിയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് അവൾ ഇതിനെ പറ്റിയൊന്നും ആരോടും പറയാത്തതെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീറ്റ് പൈയുടെ അടുത്തേക്ക് പോകാനായിട്ട് നടക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് പയ്യാണെങ്കിൽ ടേബിളിലടിച്ചിട്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു തുടങ്ങിയാണ്. അവൾ പറയാണ് ശരിയായി എനിക്കിപ്പോൾ ബോയ് ഫ്രണ്ടൊന്നും ഇല്ല. ഒരു പക്ഷേ എനിക്ക് ബോയ് ഫ്രണ്ട് വേണമെന്ന് തോന്നിയാൽ തന്നെ ഞാൻ നല്ല കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യൂ. അല്ലാതെ ലവ് ചെയ്യുന്നു എന്ന രീതിയിൽ എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരാളെ എനിക്ക് വേണ്ടെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് ഒരുങ്ങിയിട്ട് അവൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട് നിനക്കിത് വേണോ എന്നാൽ ഞാൻ നിനക്ക് ഷെയർ ചെയ്യാമെന്ന്. അത് കേട്ട ആ പെണ്ണാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ നോക്കിയിട്ട് പറയുന്നുണ്ട് വേണ്ടെന്ന്. ഇത് കണ്ട പൈ ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ നീ ഇത് കഴിച്ചാൽ അവൻ നിന്നെ വഴക്ക് പറയുമായിരിക്കും അല്ലേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെന്തോ ആകട്ടെ ഞാൻ കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആ ഫുഡ് നല്ല ആസ്വദിച്ച് കഴിച്ചിട്ട് പറയുന്നു നീ പറഞ്ഞല്ലോ ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്തതിന് ശേഷം ഫാറ്റിയാണെന്ന്. അത് ശരിയാ, പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? കാരണം ഇപ്പോൾ എനിക്ക് എന്താണോ വേണ്ടത് അതെനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ കഴിയുന്നുണ്ട്. എനിക്ക് വീക്കെൻഡിൽ ബോയ്സ് ലവ് സീരീസ് കാണാൻ കഴിയുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാനിപ്പോൾ നല്ല ഹാപ്പിയാണ്. അതുകൊണ്ട് വെറുതെ നീ എന്നെക്കുറിച്ച് വറീഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് 30 വയസ്സായി, ഞാൻ ഫാറ്റിയാണ്, സിംഗിളാണ്. കാരണം ഞാനിപ്പോൾ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. ഇതൊക്കെ കാണുന്ന റോക്കാണെങ്കിൽ പയ്യോട് പറയുന്നുണ്ട് പൈ നീ അമേസിങ് ആണെന്ന്. അത് കേട്ട പയ്യാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ അവരോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവിടെ ചിന്തയാണെങ്കിൽ പൂച്ചയെ കളിപ്പിച്ച് ഒരിടത്ത് ഇരിക്കുമ്പോഴത്തേക്കും മിന്നിനെ കാണുന്നു. അങ്ങനെ അവൻ ചോദിക്കുന്നുണ്ട് നീ ഇവിടെ എന്ത് ചെയ്യുന്നെന്ന്. അത് കേട്ട മിന്നാണെങ്കിൽ ഫുഡ് എടുത്ത് കാണിക്കുന്നു. ടൈം നോക്കിയിട്ട് ചിന്ത ചോദിക്കുന്നുണ്ട് 3 മണിക്കാണോ നീ ലഞ്ച് കഴിക്കുന്നതെന്ന്. അത് കേട്ട മിന്നു പറയുന്നു ലഞ്ചല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അത് കേട്ട ചിന്തയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ, നീ എന്താ ഈ സമയത്ത് കഴിക്കുന്നതെന്ന് ചോദിക്കുന്നു. അത് കേട്ട മിന്നു പറയുന്നു അത് പിന്നെ എല്ലാ ദിവസവും ഒരുപാട് ഓർഡർ കാണും, അതിൽ കൂടുതലും ഫുഡ് ഡെലിവറി ആയിരിക്കുമെന്ന്. ഇതൊക്കെ കേട്ട ചിന്തയാണെങ്കിൽ അവനേക്കാൾ കൂടുതലും മറ്റുള്ളവരെ പറ്റിയാണ് കെയർ ചെയ്യുന്നത്. അവൻ ഞാൻ കരുതിയതിനേക്കാൾ കൈൻഡാണെന്ന് പറയുന്നത്. ഈ സമയം മിന്നാണെങ്കിൽ പൂച്ചയുടെ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് ചിന്തയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ചിന്തയ്ക്ക് മൈൻഡ് റീഡിങ് പവർ ഉള്ളത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിൻ്റെ അടുത്ത് നിന്ന് മാറിയിരിക്കുകയാണ്. എന്നിട്ട് ചിന്തയാണെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് തണ്ണിമത്തനും അതുപോലെ മിൽക്ക് ഷേക്കൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ മിന്നത് കുടിക്കുന്ന സമയത്ത് അവൻ്റെ ചുണ്ടിൽ പറ്റുകയാണ്. ഇത് കണ്ട ചിന്തയാണെങ്കിൽ തുടച്ചു കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ മിന്നു മനസ്സിൽ പറയാണ് ഞാൻ കരുതിയേക്കാൾ കൈൻഡാണല്ലോ ഇയാൾ. ആക്ച്വലി ഈ അങ്കിൾ നല്ല ക്യൂട്ടാണെന്ന് പറഞ്ഞത് കേട്ട ചിന്തയാണെങ്കിൽ പെട്ടെന്ന് ടെൻഷനായിട്ട് കൈ മാറ്റിയിട്ട് അവിടെ ഷൈ ആയിട്ട് ഇരിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന മിന്നാണെങ്കിൽ അവന് ഫുഡൊക്കെ കൊടുത്തതിന് താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞിട്ട് ചിന്തയ്ക്കാണെങ്കിൽ അവൻ നല്ല ക്യൂട്ടാണെന്ന് പറഞ്ഞത് കേട്ട് സന്തോഷം സഹിക്കാനേ കഴിയുന്നില്ല. അവിടെ ബസ്സിൽ കയറുന്ന സമയം കരനാണെങ്കിൽ ആച്ചിയെ വെറുതെ അൺകംഫർട്ടബിൾ ആക്കണ്ടെന്ന് കരുതിയിട്ട് മറ്റൊരു സീറ്റിലേക്ക് പോയിരിക്കാനായിട്ട് നടക്കുകയാണ്. അത് കാണുമ്പോൾ ആച്ചിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ആച്ചിയാണെങ്കിൽ കരൺ അവനെ ഓരോ കാര്യത്തിൽ സഹായിച്ചതും അതുപോലെ അവനെ കെയർ ചെയ്തതൊക്കെ ഓർക്കുന്നുണ്ട്. അതുമാത്രമല്ല അന്നത്തെ ആ പ്രസൻറ്റേഷനിൽ എന്താണ് കരൺ പറഞ്ഞതെന്നും കാണിക്കുകയാണ്. അവൻ പറയണ് നമ്മുടെ ഓഫീസിൽ ഫ്രീ ആയിട്ട് നല്ല കോഫിയും അതുപോലെ ബിസ്ക്കറ്റൊക്കെ കിട്ടുന്നുണ്ട്, അതുപോലെ പ്രിൻ്റർ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം നല്ല രീതിക്ക് തന്നെ പോകുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ കാരണം നമ്മളറിയാതെ അതിനൊക്കെ പിന്നിൽ മറ്റൊരാളുണ്ട്. പക്ഷേ നമ്മൾ ആരും അയാളെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അയാൾ കാരണം നമ്മുടെ എല്ലാ ദിവസത്തെ വർക്ക് നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ ആച്ചിയാണെന്ന്. ഇവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടാണ് തനാകും അതുപോലെ റോക്കും അവനടുത്തേക്ക് വന്നിട്ട് അവനെ ഹഗ് ചെയ്യുകയോ അതുപോലെ താങ്ക്സ് ഒക്കെ പറഞ്ഞത്. ആ സമയം ആച്ചിക്കാണെങ്കിൽ വളരെ സന്തോഷമായൊരു നിമിഷമായിരുന്നു. ഇതൊക്കെ ഓർത്ത് ആച്ചിയാണെങ്കിൽ പെട്ടെന്ന് കരണിനെ വിളിക്കുകയാണ്. അങ്ങനെ കരൺ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ട് നിനക്ക് ഇവിടെ ഇരിക്കാന്ന്. ഇത് കേട്ട കരണിനാണെങ്കിൽ നല്ല രീതിക്ക് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അവൻ ആ സന്തോഷം മുഖത്ത് കാണിക്കാതെ സാധാരണ രീതിയിൽ അവനടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് അല്ല ആച്ചി നിൻ്റെ മുറിവ് എങ്ങനെ ഉണ്ടെന്ന്. അത് കേട്ട ആച്ചി പറയുന്നു അത് ഉണങ്ങി തുടങ്ങിയെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ അന്ന് കരൺ കൊടുത്ത ഐ മാസ്ക് എടുക്കുകയാണ്. അത് കണ്ട കരണാണെങ്കിൽ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് ആച്ചി പറയുന്നു
ഇത് നീ എനിക്കന്ന് തന്ന ഐ മാസ്ക് തന്നെയാണ്. ഇത് തന്നതിന് വളരെ നന്ദിയുണ്ട്. ഇതെന്നെ കംഫർട്ടബിളായിട്ട് ഉറങ്ങാനായിട്ട് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ഇത് കേട്ട കരണാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐ മാസ്ക് കമ്പനി തുടങ്ങേണ്ടതുണ്ടെന്ന്. ഇത് കേൾക്കുന്ന ആച്ചിക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. അങ്ങനെ തുടർന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ആച്ചിയാണെങ്കിൽ ഉറങ്ങി കരണിൻ്റെ തോളിൽ ചാഞ്ഞ് കിടക്കുകയാണ്. പെട്ടെന്ന് ഇവനിങ്ങനെ ചാഞ്ഞ് കിടന്നത് കാരണം കരണാണെങ്കിൽ ഞെട്ടി മനസ്സിൽ നിലവിളിക്കുകയാണ്. അങ്ങനെ ആ സൗണ്ട് കേട്ട് പേടിച്ച ആച്ചിയാണെങ്കിൽ അയ്യോ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ കരണാണെങ്കിൽ ഒന്നും നടക്കാത്ത രീതിയിൽ ഒന്നും ഇല്ലെന്ന് പറയുന്നു. അത് കേട്ട ആച്ചിക്കാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആച്ചി ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് വീണ്ടും ഉറങ്ങിയാണ്. ഈ സമയം കരണിനും ചിരി സഹിക്കാനേ പറ്റുന്നില്ല. അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത സീനിൽ മിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജിന്തയാണെങ്കിൽ എന്തോ സാധനമായിട്ട് മുകളിലേക്ക് വരെയിരുന്നു. പെട്ടെന്ന് ജിന്ത വീഴാൻ പോകുന്നത് കണ്ട മിന്നാണെങ്കിൽ 61ാമത്തെ റൂമിലെ ബ്രദർ അല്ലേ അതെന്നും പറഞ്ഞ് അവന് പോയി ഹെൽപ്പ് ചെയ്യാണ്. അത് കേട്ട ജിന്ത പറയുന്നുണ്ട്, എൻ്റെ പേര് ജിന്ത എന്നാണ്, അങ്ങനെ വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ അത് കേട്ട മിന്നാണെങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് ചിന്തയുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ എന്തോ സാധനം എടുത്ത് തിരിച്ചു കൊടുക്കുകയാണ്. ഈ സമയം അവനാണെങ്കിൽ ചിന്തയുടെ സെൻറ്റിൻ്റെ സ്മെല്ല് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ മനസ്സിൽ പറയണ്, ഇതിൻ്റെ അപ്പൂപ്പ യൂസ് ചെയ്ത സെൻറ്റിൻ്റെ അതേ മണം പോലും ഉണ്ടല്ലോ, നന്നായിട്ടുണ്ടെന്ന്. അത് കേട്ട ചിന്ത അയ്യോ എൻ്റെ സെൻറ്റിൻ്റെ മണം സൂപ്പർ എന്നു. ഇതുപോലെയൊക്കെ എന്നോട് ഒരാൾ ആദ്യമായിട്ടാണ് പറയുന്നത്. അതുപോലെ എന്താ എൻ്റെ ഹാർട്ട് ബീറ്റ് റൈസ് ആകുന്നതെന്ന്. ഈ സമയം മിന്നാണെങ്കിൽ പെട്ടെന്ന് കൈ മാറ്റിയിട്ട് പറയുന്നുണ്ട്, പിന്നെ ഒരു കാര്യം, എൻ്റെ പേര് കിഡെന്നല്ല, എൻ്റെ പേര് മിന്നാണെന്ന്. അത് കേട്ട ജിന്ത മൈൻഡ് വോയിസിൽ പറയുന്നുണ്ട്, ഇവൻ്റെ സ്മൈല് പോലെ തന്നെ ഇവൻ്റെ പേര് നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനെ തന്നെ മറന്ന് അവിടെ നിന്ന് ചിരിക്കുകയാണ്. ഈ സമയം മിന്നാണെങ്കിൽ ബൈ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. ജിന്തയ്ക്കാണെങ്കിൽ ചിരി നിർത്താനേ കഴിയുന്നില്ല. അവിടെ ആച്ചയാണെങ്കിൽ പ്രിൻ്റ് എടുത്ത പേപ്പർ അതിൽ നിന്ന് എടുക്കാനായിട്ട് നോക്കുമ്പോൾ അവനെ കൊണ്ടത് കഴിയുന്നില്ല. ഈ സമയം അതുവഴി പോകുന്ന ഡൂജാണെങ്കിൽ അവനെ സഹായിക്കുകയാണ്. അങ്ങനെ അവരോട് താങ്ക്സ് പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് നടക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, അല്ല ആച്ചി നീ ലോങ് ഹോളിഡേ സമയത്ത് എവിടേക്ക് പോവുകയാണ്? നിൻ്റെ നാട്ടിലേക്ക് പോകുന്നോ അതോ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന്. അത് കേട്ട ആച്ചി പറയുന്നു, നാട്ടിലേക്ക് പോകുന്നില്ല ഈ വർഷം, അച്ഛനും അമ്മയും ഒരു ട്രിപ്പിന് പോവുകയാണ്, അതുകൊണ്ട് പോകണ്ടെന്ന് കരുതി. പിന്നെ ഡൂജ് എവിടേക്ക് പോകുന്നു എന്നും ചോദിക്കുന്നു. അപ്പോൾ ഡൂജ് പറയുന്നു, ഞാൻ ബീച്ചിലേക്ക് പോവുകയാണെന്ന്. അത് കേട്ടോണ്ട് വരുന്ന പൈ ചോദിക്കുന്നുണ്ട്, അല്ല ആരുടെ കൂടെയാണ് പോകുന്നതെന്ന്. അത് കേട്ട ഡൂജ് പറയുന്നു, അത് പിന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ കൂടെയാണ് പോകുന്നതെന്ന്. ഈ സമയം അവിടേക്ക് റോക്ക് വന്നിട്ട് പൈയുടെ കയ്യിലേക്ക് ഒരു കവർ കൊടുത്തിട്ട് പറയുന്നു, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. പിന്നെ ഔട്ടിങ്ങിന് പോയിട്ട് വന്നതിന് ശേഷം നിന്നോടത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് പറയാനായിട്ട് ഒരു ചാൻസ് കിട്ടിയില്ലെന്ന്. അത് കേട്ട പൈ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് കാര്യമെന്ന് നിനക്ക് പറയാനായിട്ട് ചാൻസ് കിട്ടാതിരുന്നേന്ന്. ഇത് കേട്ട ഡൂജാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ചെവി കൂർപ്പിച്ച് നിന്നിട്ട് നീ പറ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് റോക്ക് പറയാണ്, നിങ്ങൾ നല്ല കൂളായ വുമൺ ആണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സീനിയർ എന്ന് വിളിച്ചോട്ടെ എന്ന്. ഇത് കേട്ട ഡൂജാണെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ സന്തോഷമൊക്കെ കളഞ്ഞവിടെ നിൽക്കുകയാണ്. അത് കേട്ട പയ്യാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നീ വിളിച്ചോ എന്ന് പറയണേ. ഈ സമയം മുകളിൽ നിന്ന് ബോസ് ആണെങ്കിൽ കരണിനെ വഴക്ക് പറയുന്നത് അവർ കേൾക്കുകയാണ്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.